പ്രിയദർശൻ സാറ് എന്നെ കണ്ടു. എന്നെ കണ്ട ഉടനെ ഇത് നമ്മുടെ നടരാജനല്ലേ നിൽക്കുന്നത്. ഞാൻ അളിയൻസ് കാണാറുണ്ട് കേട്ടോ. നമ്മളെ ഷീലാമ്മ വിളിക്കാറുണ്ട്, ഷീലാമ്മയുടെ മകൻ വിളിക്കാറുണ്ട്. മുൻ മന്ത്രി കെ ശൈലജ ടീച്ചർ കണ്ടതും ഞങ്ങൾ അളിയൻസ് ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സീരിയലാണ്. വളരെ നന്നായിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ വി ലവ് സിനിമയിലെ ഒരു അതിഥിയല്ല, ആതിഥേയനാണ്. പക്ഷെ ഇന്ന് ഞാൻ അതിഥിയാണ്. കാരണം ഞാനും സലിൽ എസ് നായരും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന അളിയൻസ് എന്ന പരമ്പര, എന്ന സിറ്റ്കോം പരമ്പര കൗമുദി ചാനലിൽ വൻ വിജയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ 2 കഥാപാത്രങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കഥാപാത്രം അൻസാർ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ഇദ്ദേഹം ചെയ്യുന്നത് നടരാജൻ എന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെയും ഞങ്ങളുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. ഏവർക്കും ഇതിലേക്ക് സ്വാഗതം. പറയൂ നടരാജ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷങ്ങളാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അളിയൻസ് എന്ന് പറയുന്ന പരമ്പര നന്നായി പോകുന്നുണ്ട്. അതിൻ്റെ നല്ലൊരു വിശേഷമാണ്. അതല്ലാതെ എന്താണ് അളിയൻസിനെ പറ്റി പറയാനുള്ളത്? അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ കോംബോ സീനുകൾ ചെയ്യാറുണ്ടല്ലോ. അതായത് അൻസാർ നടരാജൻ, ക്ലീറ്റോ നടരാജൻ അൻസാർ, ഈ ഒരു കോംബോ പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കോംബോയെ പറ്റി നടരാജൻ എന്താണ് പറയാനുള്ളത്? ഈ കോംബോ നമ്മൾ ചെയ്തെല്ലാം ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കമന്റുകൾ വരുന്നുണ്ട്. എവിടെ ചെന്നാലും ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഈ കോംബോയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ്? വിജയത്തിന്റെ രഹസ്യം എന്താണ്? വിജയ രഹസ്യം എന്ന് പറയുന്നത് ഞങ്ങള് ഒരു ടീമായി ഇരിക്കുന്നു. ഞങ്ങളുടെ കോമഡി കാണുന്നു, ആൾക്കാർ കോമഡി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ പ്രധാനമന്ത്രിയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലോ. ആ ഒരു സാധനം ഇതിലേക്ക് എങ്ങനെയാണ് വന്നത്? അതൊന്ന് ബ്രീഫ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിച്ചാൽ. അത് ഒരു സീനിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ അത് ഡയലോഗ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും എനിക്ക് പ്രധാനമന്ത്രിയാണോ അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എന്തൊരു സംഭവം എടുത്തിട്ടാലും ഇത് ഇടയ്ക്ക് കയറിയിട്ട്, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ആ ഒരു എൻഡ് പഞ്ചിൽ കൊണ്ടുവന്നിട്ട് പറയും എനിക്ക് പ്രധാനമന്ത്രിയാണോ. ഇടയ്ക്ക് അതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്വീകാര്യത കിട്ടി. ശരിക്കും അങ്ങനെ പ്രധാനമന്ത്രി ആവുന്ന ആഗ്രഹമില്ല. അൻസാറിന്റെ അഭിനയമാണ് മികച്ച നിൽക്കുന്നത്, അതോ നിങ്ങളുടെ അഭിനയമാണ് ഇഷ്ടം? അത് എന്ത് തന്നെയാണ്. കൂടുതൽ ഫാൻസ് എനിക്കാണ്. അല്ല, എനിക്ക് പറയാനുള്ളത് ഏകദേശം ഞങ്ങൾക്ക് 2 പേർക്കും നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനാണ് കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന്. നന്നായിരിക്കട്ടെ, ഫാൻസ് അദ്ദേഹത്തിനുണ്ട്, നല്ല ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അത്യാവശ്യം ഫാൻസ് എനിക്കും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ 10 പേര് തിരിച്ചറിയുന്നുണ്ട്, നമ്മളോട് വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്, വലിയ ഒരു അംഗീകാരമാണ് നമുക്കത്. കാര്യം നമ്മളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് കിട്ടിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അളിയൻസ് പോലത്തെ ഒരു പരമ്പര. ഈ പരമ്പര ശരിക്കും ആദ്യമായിട്ട് തുടങ്ങുന്നത് അളിയൻ ബോസ് അളിയൻ എന്ന അമൃത ചാനലിലായിരുന്നു. ഞാൻ അതിൽ ഒരു 35ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ പേര് നക്ഷത്രാമ എന്നായിരുന്നു. അവിടുന്ന് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ അളിയൻസ് വേഴ്സ് അളിയൻ അമൃതയിൽ 504 എപ്പിസോഡ് പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ ബ്രേക്ക് വന്നു. അതിനുശേഷം കൗമുദിയിൽ അളിയൻസ് എന്ന് പറഞ്ഞ് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അളിയൻസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം തുടങ്ങി. ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഞങ്ങളുടെ കഥാപാത്രത്തിന് ഇപ്പം റിയാസ് ചെയ്യുന്ന ക്ലീറ്റസ് എന്ന കഥാപാത്രമോ, അല്ലെങ്കിൽ തങ്കം, ഘനകൻ, ഇങ്ങനെ ഈ സലിലിൻ്റെ കഥാപാത്രം നടരാജൻ, എൻ്റെ കഥാപാത്രം അൻസാർ, ഈ പേരുകളൊന്നും മാറാതെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടാണ് അളിയൻസ് എന്നും പറഞ്ഞ് കൗമുദിയിൽ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ഇന്നിപ്പം ഏകദേശം എത്ര എപ്പിസോഡായി? 745 എപ്പിസോഡ് ഇതുവരെ ഇപ്പം ടെലികാസ്റ്റിംഗ് കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിച്ചു പോകുന്നുണ്ട്.
അപ്പം നല്ലൊരു ബ്രേക്കാണ് ഈ പ്രോജക്റ്റ് എനിക്കും സലീലിനും ഒക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ടർ രാജേഷ് തലച്ചിറയോടാണ്. നന്ദി സാർ. രാജേഷ് തലച്ചിറയുടെ ഓഫീസിന്റെ മുകളിലത്തെ നിലയിൽ ഒരു മുറി ഒരു കിടക്കുന്നത്. ആ മുറിയിൽ ഞാൻ ഓഫീസ് തുടങ്ങിയത്. അങ്ങനെ അവിടെയാണ് രാജേഷ് തലച്ചിറയും ഞാനും തുടങ്ങിയുള്ള സൗഹൃദം തുടങ്ങിയത്. അങ്ങനെ രാജേഷ് എന്നെ ലൊക്കേഷനിലേക്ക് ഇവിടെ വെറുതെ ഇരിക്കല്ലേ, ഒന്ന് ലൊക്കേഷനിലേക്ക് വിളിച്ചു. അങ്ങനെ ഒരു സീനിൽ ചെയ്തു. എന്നിട്ട് പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂമായിട്ട് വരാൻ പറഞ്ഞു. അവിടെ ഒരു ഇങ്ങനെ സീന് ചെയ്തു. പിന്നീട് സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു എപ്പിസോഡിലേക്ക് ഒരു ക്യാരക്ടർ എഴുതി. അത് അവിടെയാണ് നടരാജൻ എന്നൊരു കഥാപാത്രം ഉണ്ടായത്. ഈ അടുത്ത കാലത്ത് മധുസാറിന്റെ നവതി ആഘോഷ പരിപാടി പോയപ്പോൾ ഡയറക്ടർ പ്രിയദർശൻ സാറ് എന്നെ കണ്ടു. എന്നെ കണ്ട ഉടനെ ഇത് നമ്മുടെ നടരാജനല്ലേ നിൽക്കുന്നത്, ഞാൻ അളിയൻസ് കാണാറുണ്ട് കേട്ടോ, മിസ് ചെയ്യാത്ത സീനിലാണ് ഞാൻ കാണാറുണ്ട്. അത് തന്നെ ഒരു ഹോളിവുഡ് സംവിധായകന്റെ നാവിൽ അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞത് തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. അത് ശരിയാണ്, ഒരു വലിയ അംഗീകാരമാണ്. പ്രിയദർശൻ സാറ് പോലുള്ള വ്യക്തികൾ തിരിച്ചറിയ. പ്രിയദർശൻ സാറ് മാത്രമല്ല, ഇപ്പോൾ സല്ലു പറഞ്ഞ കണക്ക് ഇപ്പോൾ നമ്മളെ ഷീലാമ്മ വിളിക്കാറുണ്ട്, ഷീലാമ്മയുടെ മകൻ വിളിക്കാറുണ്ട്, ജോർജ്. പിന്നെ അങ്ങനെ ഒരുപാട്. ഒരിക്കൽ ഉണ്ണിമേരി പ്രശസ്ത നാടി നമ്മളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതിന് ഒരു കൊല്ലം മുമ്പ് തന്നെ IFFK ഫെസ്റ്റിവലിൽ വെച്ച് തന്നെ മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ കണ്ടത്. ഞങ്ങൾ അലിയൻസ് ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സീരിയലാണ്, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വലിയ കാര്യമാണ്. വീട്ടില് ഇപ്പോൾ ഉള്ളത് അമ്മയും അനിയനും മാത്രമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട് തന്നെയാണ്. അതെന്താ സ്ട്രോങ് ആയിട്ട് പറയാം, സപ്പോർട്ട് ചെയ്യാറില്ലേ? സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഉണ്ട്. മത്സരമൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇടയ്ക്ക് അവർ ഞങ്ങൾ മത്സരിക്കാറുണ്ട്.